ഹലോ. അങ്ങനെ 3 ദിവസം നീണ്ടു നിന്ന തെയ്യത്തിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ഈ ദിവസം കഴിഞ്ഞു പോയതുപോലെയാണ് എനിക്ക് ഫീൽ ആവുന്നത്. ഇത്രയും ദിവസം ഞങ്ങളുടെ നാടാകെ ഉണർന്നിരിക്കുകയായിരുന്നു. എന്താ ബഹളങ്ങളായിരുന്നു, ആൾക്കാരും അതുപോലെ തന്നെ വണ്ടികളും ആയിട്ടുള്ള ഫുൾ ബഹളത്തിലായിരുന്നു ഞങ്ങളുടെ നാട്. ഇന്ന് പെട്ടെന്ന് ഉറങ്ങിയ പോലെ എനിക്ക് ഫീൽ ആവുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ 3 ദിവസം നമ്മളും വീട്ടുകാരും മൊത്തം ബിസി ആയിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, രാവിലെ പോവുക, വൈകുന്നേരം പോവുക, അതുപോലെ തന്നെ വന്ന് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക, ഇങ്ങനെ എല്ലാം ആകുമ്പോൾ ഫുൾ ബിസി ആയിരുന്നു. അതുകൊണ്ട് വീഡിയോസൊന്നും കൂടുതൽ ഇടാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ വയനാട്ട് കുലവൻ തെയ്യം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ വന്നു ചേരുന്ന ഒരു സ്ഥലം തന്നെയാണ്. പൊതുവേ അടുക്കത്തൊട്ടി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ട്രാവലിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് തന്നെ ആൾക്കാർ കുറച്ച് കുറയും എന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഏകദേശം ഒരു 10,000-ന് അടുത്ത് തന്നെ രാത്രി ആൾക്കാർ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും നല്ല രീതിയിൽ തന്നെ ഈ 3 ദിവസം പരിപാടി കഴിഞ്ഞു പോയി എന്ന് തന്നെ പറയാം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെന്താ പറയുക, ഞങ്ങൾ ഓരോ ദിവസം ഇങ്ങനെ ചെറിയ വീഡിയോസ് എടുക്കുന്നതും അതുപോലെ തന്നെ പുഴ കടന്നു പോകുന്ന ആ വൈബും ഒക്കെ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. വയനാട്ട് കുലവൻ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും അടുത്ത് നിന്ന് എല്ലാം ഫുള്ള് കണ്ടു. പകുതിയൊന്നുമല്ല, എല്ലാം നല്ല രീതിയിലേക്ക് എനിക്ക് കാണാൻ പറ്റി തെയ്യം. അതുപോലെ തന്നെ ഇവിടെ ആദ്യമായിട്ടാണ് ഒരു തെയ്യം ഇത്രയും അടുത്ത് നിന്ന് അവൾക്കൊരു മനസ്സിലാവുന്ന രീതിയിൽ കാണാൻ പറ്റുന്നത് ഇതാദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ചൂടായിരുന്നു, അതുകൊണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങൾ ഒഴികെ നല്ല രീതിയിൽ തന്നെ ഈ തെയ്യം കെട്ട് പരിപാടി ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. രാത്രി ഏകദേശം ഒരു 1 മണി 2 മണി ആകുമ്പോഴത്തേക്ക് ഇതും കഴിഞ്ഞ് ഞങ്ങളങ്ങ് പോയി.